അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രേക്ക് ഡൗൺ വൈ പീപ്പിൾ ബിക്കം ലേസി. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക പഠിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതിന് പകരം ചുമ്മാ ഇൻസ്റ്റഗ്രാം നോക്കിക്കൊണ്ടിരിക്കുക, ഒരു വർക്കൗട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു പുറത്തു പോയി നടക്കുന്നതിന് പകരം നിങ്ങളൊരു സീരീസ് ബാക്ക് ടു ബാക്ക് എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. ഇതൊന്നും ലാക്ക് ഓഫ് മോട്ടിവേഷൻ കൊണ്ടോ നിങ്ങളുടെ മടി കാരണോ അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സയൻസ് ബാക്ക് ചെയ്ത കുറച്ച് റീസൺസ് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് നമ്മൾ മടിയന്മാരായിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടി പോലുള്ള കാര്യങ്ങൾ വരാൻ. സോ ഫസ്റ്റ് റീസൺ ഇസ് എനർജി കൺസർവേഷൻ ആണ്. അതായത് ഏൻഷ്യൻ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി നമുക്ക് ഇത്രയും സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഇത്രയും ഈസി ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു പണ്ട് കാലത്ത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻസ് വർ ട്രെയിൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ട്രെയിൻഡ് ആണ് എനർജി കൺസർവേഷനായിട്ട്. അതായത് ഫാമിൻ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫുഡ് ഇല്ലാതിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ട്യൂൺ ആവും. ഓക്കെ, ഉള്ള എനർജി വെച്ച് അല്ലെങ്കിൽ ഉള്ള ഫുഡ് വെച്ച് എങ്ങനെ ജീവിക്കാം മാക്സിമം കാലം. അതുകൊണ്ടാണ് നമ്മൾ പല ഹാർഡ് ടാസ്കും ചെയ്യാതെ ഈസി ആയിട്ടുള്ള ഡോപ്പമിൻ റിലീസ് ആവുന്ന പല ടാസ്കും നമ്മൾ ചെയ്യുന്നത്. ലൈക്ക് സോഷ്യൽ മീഡിയ സ്ക്രോളിങ്, അല്ലെങ്കിൽ ചിലപ്പം ഇരുന്ന് ബിഞ്ച് വാച്ച് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മളെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വിചാരിക്കുന്നത് നമ്മളെന്തോ വലിയ ടാസ്ക് ചെയ്യുന്നു എന്നാണ്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതിൽ നിന്നൊന്നും നമുക്ക് ഔട്ട് കിട്ടുന്നില്ല. അപ്പം ഇത് ഒരു എവല്യൂഷണറി റീസണാണ്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഡിസിഷൻ ഫെറ്റീഗാണ്. അതായത് ഇപ്പം ഒത്തിരി ഓൺട്രപ്രനേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ ഒരു ദിവസം ഒരു 5 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് കൂടുതൽ എടുക്കില്ല എന്ന്. കാരണം നമ്മുടെ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് ഒത്തിരി ഡിസിഷൻസിൻ്റെ കൂട്ടമാണ്. അല്ലെങ്കിൽ ഒരു ഡേ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീരീസ് ഓഫ് ഡിസിഷൻസ് ആണ്. അതായത് രാവിലെ എപ്പോൾ പല്ല് തേക്കണം, എപ്പോൾ പുറത്ത് പോകണം, എന്ത് ഡ്രസ്സ് ഇടണം, എന്ത് ആഹാരം കഴിക്കണം, ആരെ എപ്പോൾ കാണണം, ഏതൊക്കെ മെസ്സേജിന് റിപ്ലൈ ചെയ്യണം, ഏതൊക്കെ വീഡിയോ കാണണം, രാത്രി എന്ത് കഴിക്കണം, എപ്പോൾ കിടക്കണം തുടങ്ങി ഒട്ടനവധി ഡിസിഷൻസിൻ്റെ ഒരു സീരീസാണ് നമ്മുടെ ഒരു ദിവസം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡിസിഷൻ ഫെറ്റിക്ക് നമ്മൾ പോലും അറിയാതെ വരും. അപ്പോൾ ഈ ഡിസിഷൻസ് എടുക്കാനുള്ള എനർജി എടുക്കും തോറും ഇത് ആക്ഷൻ ചെയ്യാനുള്ള എനർജി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓൺട്രപ്രനേഴ്സും അല്ലെങ്കിൽ ഒത്തിരി പേര് ലൈക്ക് സൂപ്പർ എഫിഷ്യൻറ്റ് പ്രൊഫഷണൽസും ഒക്കെ ഒരു ദിവസത്തെ അവരുടെ ഡിസിഷൻസിൻ്റെ എണ്ണം എപ്പോഴും കുറച്ച് വയ്ക്കും. അപ്പം അവർ കുറച്ചെടുക്കുന്ന ഡിസിഷൻസ് മാക്സിമം ഇമ്പാക്ട്ഫുൾ ആക്കാൻ അവർ നോക്കും. ഇപ്പം ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മാർക്ക് സക്കർബർഗ് പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഇപ്പോഴല്ല പണ്ടത്തെ മാർക്ക് സക്കർബർഗ് പറഞ്ഞിട്ടുണ്ട്, പുള്ളി എല്ലാ ദിവസവും ഇടുന്ന ടീഷർട്ടും ജീൻസും സെയിം കളറായിരിക്കും. അപ്പോൾ പുള്ളിക്ക് ടെക്നിക്കലി ഹി ഹാവ് എ യൂണിഫോം വിച്ച് ഹി ഹാവ് ചൂസൺ. അപ്പോൾ അത് കാരണം ആ ഡിസിഷൻ ഫെറ്റീഗ് അല്ലെങ്കിൽ ആ ഡിസിഷൻ അവോയ്ഡ് ചെയ്യാനാണ്. ഇതൊരു ചെറിയ സംഭവമായിട്ട് തോന്നാം, പക്ഷേ ഇത് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് വലിയ സംഭവമാണ്. കാരണം പല ജോലികൾക്ക് ഞാൻ പോയിരുന്ന സമയത്ത് അവിടെ യൂണിഫോം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് യൂണിഫോമിന് ഞാൻ കുറ്റം പറഞ്ഞെങ്കിലും പിന്നീട് ആക്ച്വലി അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം ഒത്തിരി റീസൺസ് ഉണ്ട്. ഇപ്പോൾ യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുമ്പം ഒരു ടീമിൽ എല്ലാവരും ഒരേ ഡ്രസ്സ് ഇടുകയാണ്, അത് തന്നെ ഒരു യൂണിറ്റിയുടെ ഭാഗമായിട്ട് മാറും. പിന്നൊന്ന് നമുക്ക് പേഴ്സണലി എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട, എനിക്ക് വേറെ ഡ്രസ്സിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പം എനിക്ക് സന്തോഷമായിരുന്നു. ഐഡല്ലോ ഒത്തിരി പേർക്കത് അല്ലാതായിരിക്കാം. മെയിൻ റീസൺ എനിക്കതിന് ഡിസിഷൻ എടുക്കേണ്ട എന്നുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പം അത് ലേസിനെസ്സിനെ കുറിച്ചും പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ചൊക്കെ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അത് ആക്ച്വലി ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം ഡോപ്പമിൻ ഹൈജാക്കാണ്. അതായത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കൊണ്ട് നമ്മുടെ ബ്രെയിൻ തന്നെ ബേസിക്കലി ഹൈജാക്ക് ചെയ്തു പോകും. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടാം, ചെക്ക് ഇറ്റ് ഔട്ട്. സോ ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓവറായിട്ടുള്ള സോഷ്യൽ മീഡിയയും ഫോൺ യൂസും കാരണം ചില പോസിബിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മുൻഡെയിൻ ടാസ്ക് നമുക്ക് ചെയ്യണം ഡെയിലി, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും അങ്ങനെ കുറേ ടാസ്ക് ഉണ്ട്. അതൊക്കെ ഇവൻച്വലി നമുക്ക് ഇമ്പോസിബിൾ ആണെന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങും നമ്മുടെ ബ്രെയിനിന്. കാരണം നമ്മൾ ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ക്രോളിങ്ങും ഡൂം സ്ക്രോളിങ്ങും കാരണം നമ്മുടെ ബ്രെയിൻ അങ്ങനെ മാറി തുടങ്ങും. അത് ഒരു വലിയൊരു പ്രശ്നമാണ്. ഈവൻ ഹാർവേഡ് 2022 നടത്തിയൊരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവർ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഫോൺ യൂസ് കാരണം നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ ലെവൽ 30% കൂടുന്നതാണ്. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഇമോഷണൽ എനർജിയാണ്. കാരണം നമ്മൾ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റും യൂസ് ചെയ്യുമ്പോഴുള്ള സംഭവം എന്ന് വെച്ചാൽ ഇറ്റ് മൈറ്റ് ക്രിയേറ്റ് എ ഫേക്ക് റിയാലിറ്റി ടു യു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷണൽ എനർജി ഭയങ്കരമായിട്ട് കുറയും. Or as people say, laziness is often a sign of mental exhaustion, not physical tiredness. കാരണം നമ്മളിപ്പോൾ ചിലപ്പോൾ ടയർഡായിട്ടിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. അപ്പം ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഫ്രണ്ട് നമ്മളെ പുറത്തു പോകാൻ വിളിച്ചാൽ സഡൻലി എനിക്ക് നല്ല എനർജി കിട്ടും ആക്ച്വലി. അപ്പം
ആ ഒരു ഇമോഷണൽ കണക്ട് എനിക്ക് വരുമ്പോൾ പെട്ടെന്ന് അപ്പം വരെ ആ ദിവസത്തിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന ഞാൻ ചാടി എണീറ്റ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അപ്പം എനിക്കറിയില്ല അത് എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന്, പക്ഷേ എനിക്ക് എപ്പോഴും കിട്ടുന്നൊരു ഹൈ എനർജിയാണ്. എനിക്കറിയാവുന്ന ഇഷ്ടമുള്ള ആൾക്കാരെന്നെ വിളിച്ച് എവിടെയെങ്കിലും പോകുമ്പം കിട്ടുന്നൊരു സംഭവം. എനിവേ, പിന്നൊരു റീസൺ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ പെർഫെക്ഷനിസം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. അവർ ഈ പെർഫെക്ഷൻ തേടിയുള്ള യാത്രയിൽ ഇവഞ്ച്വലി അവരുടെ മനസ്സ് വിചാരിക്കുന്നത് ഓക്കെ ഇതൊന്നും പെർഫെക്റ്റ് അല്ല, അവർ ചെയ്യുന്നതൊന്നും നല്ലതല്ല എന്നുള്ള വിചാരത്തിൽ ഇവഞ്ച്വലി ദി വിൽ സ്റ്റോപ്പ് ഡൂയിങ് സ്റ്റഫ്. അവരുടെ മനസ്സിൽ അവർ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള തോട്ട് അവരെ അലട്ടിക്കൊണ്ടിരുന്ന് ഇവഞ്ച്വലി അത് അവർ സ്റ്റോപ്പ് ചെയ്യും. ഇനി ഞാൻ പെട്ടെന്ന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു പോകാം. അതായത് ഇങ്ങനത്തെ ലേസിനെസ്സിനെ ട്രിഗർ ചെയ്യുന്ന ചില ഹിഡൻ ട്രിഗേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് മെസ്സി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒത്തിരി സൗകര്യങ്ങളുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് വരുന്ന ആളാവാം, ഒട്ടും സൗകര്യങ്ങളില്ലാത്തൊരു ചുറ്റുപാടിൽ നിന്ന് വരുന്ന ആളാവാം. പക്ഷെ നിങ്ങളുടെ എൻവയോൺമെൻറ്റ്, അതായത് നിങ്ങൾ ദിവസവും ഇരിക്കുന്ന സ്ഥലം, ഉപയോഗിക്കുന്ന വണ്ടി, താമസിക്കുന്ന സ്ഥലം, കിടക്കുന്ന റൂം, ഇങ്ങനത്തതെല്ലാം തന്നെ മെസ്സി അല്ലാതെ ഒന്നൊന്ന് അടുക്കും ചിട്ടായിട്ട് വയ്ക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒത്തിരി ലേസിനെസ് മാറും. ബിക്കോസ് അത് അങ്ങനെ വൃത്തിയാക്കി വയ്ക്കുമ്പോൾ തന്നെ ഒത്തിരി എന്താ പറയുക, ഗുഡ് എനർജി വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ് ഇൻ ടു യു എന്നുള്ളൊരു സംഭവമുണ്ട്. സോ ഇതൊരു ട്രിഗറാണ്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ പൂർ സ്ലീപ്പ് ക്വാളിറ്റിയാണ്. കാരണം കൃത്യസമയത്ത് ഉറങ്ങാതെയും കൃത്യസമയത്ത് എണീക്കാതെയും വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ലേസി ആവാൻ തുടങ്ങും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ എന്തോ തെറ്റ് ചെയ്തു നമ്മൾ ഉള്ളിൽ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങും. ഇതൊരു വേറൊരു ട്രിഗറാണ്. പിന്നൊന്ന്, ഇങ്ങനത്തെ 2-3 കാര്യങ്ങളാകുമ്പോൾ തന്നെ ലൈഫിനൊരു പേർപ്പസ് ഇല്ല എന്നുള്ളൊരു തോന്നൽ വരും. ഇപ്പം ഞാനൊക്കെ എപ്പോഴും പണ്ട് കാലത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്, ഓക്കെ വാട്ട്സ് ദ പോയിന്റ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഈ കിടന്ന് ചെയ്യുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. there might be reasons, there might not be reasons. എന്തിനാണെന്നുള്ളതിൻ്റെ പെനൾട്ടിമേറ്റ് ഉത്തരവൊന്നും എനിക്കറിയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് ടേം ഉത്തരവൊക്കെ നമുക്ക് we'll have to figure it out so that set that short term goals and move forward with it. അപ്പോൾ അതില്ലാത്തതും ചിലവർക്കൊരു കാരണമാവാം. പിന്നൊന്ന്, ലീവിങ് ടു മെനി ഓപ്പൺ ലൂപ്സ് എന്ന് ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒത്തിരി നമുക്ക് ഒന്ന് എഫേർട്ട് എടുത്താൽ ചെയ്ത് തീർക്കാവുന്ന ഒത്തിരി ചെറിയ ടാസ്ക് നമ്മുടെ ജീവിതത്തിൽ കാണും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ബില്ല് അടയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരാളെ കാണാനായിട്ട് ഒത്തിരി നാളായിട്ട് ഡിലേ ചെയ്ത് വെച്ചേക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരാളെ ഫോൺ വിളിക്കുന്നതാവാം, ഒരാളെ മെസ്സേജ് അയക്കുന്നതാവാം. ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടേക്കുന്നതിന് പകരം ചിലപ്പോൾ 2 മിനിറ്റ് 5 മിനിറ്റിൻ്റെ ടാസ്ക് ആയിരിക്കും. അതങ്ങ് ചെയ്യുന്നതിന് പകരം ആൾക്കാർ ഇങ്ങനെ ഡിലേ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഓപ്പൺ ആയിട്ട് ഇട്ടേക്കുന്നത് നമ്മുടെ തോട്ടിനെ എഫക്റ്റ് ചെയ്ത് അത് നമ്മുടെ ലേസിനെസ്സിലോട്ട് വരും. ആ ഒരു സാധനം പിന്നീട് ഒരു 4-5 സാധനമായിട്ട് മാറും. സോ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ലേസിനെസ്സിനെ കുറിച്ചും പ്രോക്രാസ്റ്റിനേഷൻ, ഒത്തിരി പ്രശ്നങ്ങളെക്കുറിച്ചുമാണ്. ഇനി ഇതിൽ നിന്നൊക്കെ പതുക്കെ നമുക്ക് പുറത്തോട്ട് എങ്ങനെ വരാമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ അടുത്ത് സംസാരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒന്നെന്ന് പറയുന്നത് ഒരു 2 മിനിറ്റ് റൂളാണ്. അതായത് നിങ്ങൾ ഏതൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയുക, ഓക്കെ ഈ ടാസ്ക് ഞാൻ 2 മിനിറ്റേ ചെയ്യത്തുള്ളൂ എന്നങ്ങ് തീരുമാനിക്കുക. അത് എത്ര എളുപ്പമാണെങ്കിലും എത്ര പാടാണെങ്കിലും നിങ്ങൾ പറയുക, ഓക്കെ ഞാൻ 2 മിനിറ്റേ ചെയ്യത്തുള്ളൂ. ആ 2 മിനിറ്റ് നിങ്ങൾ ടൈമറോ അല്ലെങ്കിൽ 2 മിനിറ്റ് അങ്ങ് വെച്ച് ചെയ്യുക. ജസ്റ്റ് ഒരു ക്ലോക്കിൽ നോക്കി അല്ലെങ്കിൽ ടൈമറോ വെച്ച് അങ്ങ് ചെയ്ത് തുടങ്ങുക. ലിറ്ററലി ട്രസ്റ്റ് മീ, ആ 2 മിനിറ്റിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ടാസ്ക് ആവാം. അതിപ്പോൾ 10 മിനിറ്റ് ആണെങ്കിലും അരമണിക്കൂറാണെങ്കിലും നിങ്ങളത് ചെയ്തിട്ടേ നിർത്തുള്ളൂ. അതൊരു സൈക്കോളജിക്കൽ സംഭവമാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഐ എം ഷുവർ ലോട്ട് ഓഫ് പീപ്പിൾ വുഡ് ഹാവ് ട്രൈഡ് ദിസ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ടാസ്ക് തീർക്കാൻ പറ്റും. ഇനി രണ്ടാമത്തേത് ഒരു ഡോപ്പമിൻ ഡീറ്റോക്സിംഗ് ആണ്. ഇനി ഇപ്പം ഞാൻ പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യുക, ഫുൾ ഫോൺ അവോയ്ഡ് ചെയ്യുക ഒന്നൊന്നും അല്ല. പക്ഷേ ട്രിക്ക് യുവർ ബ്രെയിൻ ഇൻ ടു ടെലിങ് ഹിം ദാറ്റ് ഓർ ഹർ ദാറ്റ് ഞാൻ ഇപ്പം അത്രയ്ക്ക് എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ബ്രെയിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതിൻ്റെ നമ്പർ 1 തിങ് ഇസ് സ്റ്റോപ്പ് യൂസിങ് ഫോൺ വെൻ യു വേക്ക് അപ്പ്. എണീറ്റ് ഉടനെ നിങ്ങൾ ചിലപ്പോൾ അലാറം ഓഫ് ചെയ്യാനായിരിക്കാം. ഇപ്പം എനിക്ക് ഞാനൊക്കെ സ്ട്രഗിൾ ചെയ്തൊരു സംഭവമാണ്. അതായത് അലാറം ഓഫ് ചെയ്യാനായിട്ട് ഫോൺ എടുത്തിട്ട് അപ്പം തുടങ്ങും. ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് അങ്ങ് പോകും. പക്ഷേ അത് ചെയ്യാതിരിക്കുക. അപ്പം തന്നെ ഹ്യൂജ് ചേഞ്ച് വിൽ സ്റ്റാർട്ട് ഹാപ്പനിങ് ഇൻ ടു യുവർ ലൈഫ്. അതാണ് വേഗം. ഇനി അടുത്തതൊരു ട്രിക്കി ആയിട്ടുള്ളൊരു സംഭവമാണ്. ലേസിനെസ്സിനെ ഒന്ന് റീബ്രാൻഡ് ചെയ്യണം. അതായത് ഇപ്പം ജോലി ചെയ്ത് തളരുമ്പം, ഇപ്പം എനിക്കുണ്ടായിരുന്നൊരു പ്രശ്നമാണ്. ജോലി ചെയ്ത് തളരുമ്പം കൂടുതൽ റെസ്റ്റ് എടുത്താൽ ഞാൻ സ്വയം വിചാരിക്കും ഞാനൊരു മടിയനാണ്. പക്ഷെ ആക്ച്വലി അല്ല, നമ്മുടെ ബോഡിക്കും ബ്രെയിനും റെസ്റ്റ് വേണം. അപ്പം നമ്മൾ വിശ്വസിക്കണം, ലൈക്ക് കംപ്ലീറ്റ്ലി ഈവൻ യു ഹാവ് ടു സേ ദാറ്റ് ഐ നീഡ് റെസ്റ്റ് നൗ. അതൊരു റെസ്റ്റാണ്, അല്ലാതെ ലേസിനെസ് അല്ല. കാരണം ലോട്ട് ഓഫ് പീപ്പിൾ മിസ്ഇൻറ്റർപ്രറ്റ് ലേസിനെസ്സും റെസ്റ്റും മടിയും ഒക്കെ ആയിട്ട് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇറ്റ്സ് നോട്ട്. നമ്മൾ പണി ചെയ്ത് എന്ത് ചെയ്താലും നമ്മൾ തളരും. അപ്പോൾ റെസ്റ്റ് എടുക്കണം. ആ റെസ്റ്റിനെ ലേസിനെസ് എന്ന് ഒരിക്കലും പറയരുത്. അപ്പം സ്ലോലി
ടെൽ യുവർ ബ്രെയിൻ ദാറ്റ് ഓക്കെ ഐ എം റെസ്റ്റിംഗ് നൗ. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യണം, അല്ലാതെ ഞാൻ മടി പിടിച്ചിങ്ങനെ ഇരിക്കുന്നതല്ല. അല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരിക്കരുത് മറ്റേ പരിപാടി ചെയ്യുന്നതിന് വരെ ഞാനിപ്പം ഫോൺ നോക്കിയിരിക്കുകയാണെന്നുള്ളൊരു സംഭവം വരരുത്. സോ ഇതൊരു ഫേമസ് സ്റ്റാൻഫോർഡിൽ നടന്ന സ്റ്റഡിയാണ്. അതായത് സെൽഫ് പെർസെപ്ഷൻ ഇൻഫ്ലുവൻസസ് ബിഹേവിയർ എന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മൾ സ്വയം ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കണം, നമ്മൾ ലേസി അല്ല, നമ്മൾ ഹാർഡ് വർക്കറാണ്, നമ്മൾ ഭയങ്കര സ്മാർട്ടാണ് എന്നൊരു പെർസെപ്ഷൻ നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു എൻവയോൺമെൻറ്റ് മാറും, മൊത്തത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. അങ്ങനെ നമ്മൾ തന്നെ ഒരു പ്രൊഡക്റ്റീവായിട്ട് നമ്മളെ അങ്ങ് ലേബിൾ ചെയ്യണം. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ടോക്സിക്കായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. പക്ഷേ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അങ്ങനത്തെ ഒരു ടോക്സിക് പ്രൊഡക്ടിവിറ്റി അല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഹെൽത്തി പ്രൊഡക്ടിവിറ്റി ഉണ്ട്. പ്രോപ്പറായിട്ട് ചെയ്യേണ്ട സമയം മാത്രം അത് ചെയ്ത്, അല്ലാതെ രാത്രി വരെ ഇരുന്നൊരു കാര്യം ചെയ്ത് തീർത്ത് അങ്ങനത്തെ ഒരു പ്രൊഡക്ടിവിറ്റി അല്ല. ഹെൽത്തി പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി വേറൊരു അൺകൺവെൻഷണൽ ട്രിക്ക് എന്ന് പറയുന്നത് ലോവർ ദി ബാർ ഫോർ സക്സസ് ആണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജേർണൽ എഴുതാൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ട്. ഞാനിപ്പോഴും എഴുതുന്നുണ്ട്. ഐ ഡോണ്ട് നോ വെദർ യു ഗൈസ് ഹാവ് സ്റ്റാർട്ടഡ്, ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ വെദർ how journal, if you have started journaling, how it have changed your life and how it's making you feel എന്നുള്ളത്. സോ ജേർണൽ എഴുതാൻ ഞാൻ തുടങ്ങിയപ്പം എനിക്കൊന്ന് ഞാൻ ആ വീഡിയോക്കതും പറഞ്ഞിട്ടുണ്ട്, വലിയ കഥയൊന്നും എഴുതണ്ട, ഒരു വേർഡ് എഴുതിയാൽ മതി, ഒരു ലൈൻ എഴുതിയാൽ മതി. സോ അതായത് ജേർണൽ ചെയ്യുന്നില്ല എന്നുള്ള നിങ്ങളുടെ ഫീലിംഗ് മാറ്റാനായിട്ട് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ആ ദിവസത്തെ ഫുൾ ഫീലിംഗ് ഒരു വേർഡിൽ എഴുതി നോക്കുക, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ എഴുതി നോക്കുക. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ ജേർണലിങ് ചെയ്തു എന്നുള്ള ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. നിങ്ങൾ ആ ടാസ്ക് തീർത്തു എന്നുള്ളൊരു അക്കംപ്ലിഷ്മെൻറ്റ് നിങ്ങൾക്ക് വരും. സോ ദാറ്റ് ഇസ് അനദർ ട്രിക്ക്. പിന്നൊരു സംഭവമാണ് ഈ വലിയ വലിയ ഗോൾസും അല്ലെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നവർക്ക് വരുന്നൊരു പ്രശ്നമാണ്. അതായത് ഈ വലിയ സ്വപ്നം കാണുന്നതിന് മുമ്പേ അതിനെ നിങ്ങളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നോക്കണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്, ചേട്ടാ എനിക്കും ഐ വോണ്ട് ബി ആൻ ഓൺട്രപ്രനർ, എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ഒത്തിരി നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ജോലിയുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്യും, എക്സെട്ര 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 എക്സെട്ര. സി, അപ്പം ഫണ്ടമെൻ്റലി ഇഫ് യു ആർ എൻ ഓൺട്രപ്രനർ, അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു ബിക്കം എൻ ഓൺട്രപ്രനർ, അതിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇന്നോവേറ്റീവ് ഐഡിയ കാണാം, അതൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആളാവാം. എന്ത് തന്നെ ആയാലും, ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് യു വോണ്ട് ടു ബി എ മില്യനയർ ബൈ ഡൂയിങ് എ ബിസിനസ് എന്നാണെങ്കിൽ, ട്രൈ മേക്കിംഗ് ദാറ്റ് ഫസ്റ്റ് ഒരു 1000 രൂപ അല്ലെങ്കിൽ 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ അതിലോട്ട് അത് ഫോക്കസ് ചെയ്ത് അത് അച്ചീവ് ചെയ്യണം. അപ്പം തന്നെ നിങ്ങൾ ഈ വലിയ ഗോളിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്തൊരു കുഞ്ഞു ഗോളായി. ഞാനൊരു ഓൺട്രപ്രണർഷിപ്പ് ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണ്. പക്ഷെ അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്യും. ഓക്കെ, ആ വലിയ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം ഇപ്പം ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആവുക എന്ന് പറയുന്നത് ലോങ് ടേം ഗെയിമാണ്, അല്ലാതെ ഒരു ഷോർട്ട് ടേം അല്ല. അപ്പം അപ്പം ലോങ് ടേം അത് കിട്ടിയിട്ട് നിങ്ങൾ സന്തോഷവാനാവുള്ളൂ എന്ന് വിചാരിച്ചാൽ പാടാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു സംഭവം. സോ ഇതൊക്കെയാണ് ഞാൻ പലയിടത്തു നിന്നും വായിച്ചും പല ആൾക്കാരുടെ സംസാരിച്ചുമൊക്കെ കിട്ടിയ ഇൻഫർമേഷനൊക്കെ യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ജീവിതത്തിലും യൂസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. സോ എനിക്ക് പറയാനുള്ളത്, ലേസിനെസ് എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ ഇല്ലാത്തൊരു സമയമോ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വരുന്നൊരു സംഭവമോ ഒന്നും അല്ല. നമ്മുടെ ബ്രെയിൻ എങ്ങനെ വയർ ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പം ആ വയറിങ് ഒന്ന് മാറ്റി, അല്ലെങ്കിൽ അതിനെ ഒന്ന് റീവയർ ചെയ്ത് ഒന്ന് പൊടി തട്ടി ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിയാൽ തന്നെ ഈ സാധനം വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇറ്റ്സ് ലൈക്ക് എ മെഷീൻ അല്ലേ. അപ്പം ആ മെഷീൻ നല്ലോണം വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടുന്ന കുട്ടി കുട്ടി കാര്യങ്ങൾ മാറ്റുക, അതിന് വേണ്ടുന്ന ഫ്യൂല് കൊടുക്കുക, അതിനെ ഒന്ന് ടേക്ക് കെയർ ചെയ്താൽ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള പരിപാടി അങ്ങ് റെഡിയാവും. സോ ഫൈനലി എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് ലെറ്റ് യുവർ ബ്രെയിൻ ട്രിക്ക് യു. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ്. സബ്സ്ക്രൈബ് ഇഫ് യു ഹാവൻറ്റ്. See you in the next video.